ടൈം അനുസരിച്ച് ആഴ്ചയിൽ കൊടുക്കാറുണ്ട്. പക്ഷേ പേരൻസിന് പോലും ഇവിടെ നിന്ന് അപ്പുറത്തെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കഴിയാറില്ല. അവിടെ ഇപ്പം തന്നെ സ്റ്റോപ്പായിരിക്കുകയാണ്, മാസങ്ങളായി അവിടെ തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് സ്പീച്ച് തെറാപ്പി എന്ന് വെച്ചാൽ അതാ ഏറ്റവും ഡിഫറെൻ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അത് ഈ സ്കൂളിൻ്റെ പേരിൽ കിട്ടിയ മണക്കാട് വഴിയും ഷെയ്ഡ് അവരെ സ്പോൺസർ വഴിയും കിട്ടിയിട്ട് അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളെ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ ഷെയർഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൃതികളുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കേണ്ടതിന് എന്താണ് ഈ ഒരു പദ്ധതിക്ക് അവർ പ്രചോദനം നൽകിയത് എന്നുള്ളത്. എങ്ങനെയാണ് അസുഖ? കാരണം ഈ പറഞ്ഞതുപോലെ പൊതുനന്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു വെറൈറ്റി ആയി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്? എന്താണ് ഇതിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങളുടെ ഷെയ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആക്ടിവിറ്റീസ് ചുരുക്കം പറയാം. എഡ്യൂക്കേഷൻ, മെഡിസിൻ, ഫുഡ്, പിന്നെ ബിസിനസ് പ്രൊമോഷൻ, വാട്ടർ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, ട്രീ ചെയ്യുന്നുണ്ട്, വിഡോ ആൻഡ് ഓർഫൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്താലും നമുക്ക് പ്രധാനമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ളത് എഡ്യൂക്കേഷനാണ്. അതിലും പ്രധാനമായിട്ട് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഈ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിന് ഒരു നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സേവകമായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇറങ്ങാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറയാൻ സമയമില്ലാതുകൊണ്ട് 2 വിഷയമാണ് ചോദിച്ചിരുന്നത്. സോ സ്പീച്ച് തെറപ്പിസ്റ്റ് അത് ഇന്ന് മുതൽ ഇൻഷാല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോങ് ടേം ആയിട്ട് ചെയ്യണമെന്നാണ് താല്പര്യം. ഇൻഷാല്ല വേഗം ഫിസിയോതെറപ്പിസ്റ്റും നമുക്ക് കണ്ടെത്തി അതിനും സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. അതിന് ABP സാറും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല ഷെയ്ഡ് ഇത് വഴിയായിട്ട് ഇൻഷാല്ല ദുആ ചെയ്യാം. എല്ലാം നല്ലപോലെ നടക്കാം. റബ്ബ് വിധിക്കിട്ടിട്ട് ജസാക്കല്ലാ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം സമയം വെച്ചിട്ട് സ്കൂളിലാണ്, സ്കൂൾ ടൈമാണ്, എനിക്കും സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ ഈ ലൈവ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ പൈതൃകം തന്നെയാണ്. അത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ എല്ലാം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് സഹായകമായ ഷെയ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ പോലെയുള്ള ട്രസ്റ്റുകൾ അല്ലെങ്കിൽ നന്മമരങ്ങൾ രംഗത്ത് വരിക എന്നുള്ളത് എന്തുകൊണ്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. മലയാള ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം ഏറെ അറിയിക്കുകയാണ്. കാരണം കുട്ടികളെ മാറ്റി നിർത്തേണ്ടതല്ല, അവർക്കൊരു വിവേചനം കൽപ്പിക്കേണ്ടതല്ല, മറിച്ച് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നതുപോലെ അവരാൽ കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാകണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവിടെ വൈൻഡപ്പ് നിങ്ങളുടെ കമന്റ്സുകൾ അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾക്ക് അറിയിക്കാം. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേക അഭിനന്ദനം പ്രത്യേകിച്ച് ഇവിടുത്തെ മണക്കാട് സ്കൂളിലും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി അവരുടെ ടീച്ചർ, ഷാഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങൾ, PTA പ്രസിഡന്റ് എല്ലാവർക്കും നൽകി ഈ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം